എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ സിക്കിം മേഘാലയ യാത്ര ഇപ്പം വെസ്റ്റ് ബംഗാളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമുക്ക് ഡ്യൂട്ടി മാറിയേക്കാം. രാവിലെ നമുക്ക് കാരവനിൽ നിന്നും നേരെ ലോറിയിലേക്ക് പോയേക്കാം. ഇന്നലത്തെ നല്ല തകർപ്പൻ മഴയായിരുന്നു. ഒഡീഷയിൽ നിന്ന് തുടങ്ങിയ മഴയായിരുന്നു. ഇവിടെ എല്ലാം നല്ല മഴയായിരുന്നു. രാവിലെ ആണെങ്കിലും മരമൊക്കെ ഒടിഞ്ഞു നിൽക്കുന്നുണ്ട് വഴിയിലോട്ട്. 2 ലൈനുള്ള റോഡില് മരം വീണ ഒറ്റ ലൈനേ ഉള്ളായിരുന്നു. എല്ലായിടത്തും അതിലെ മരം ഒടിഞ്ഞു കിടക്കായിരുന്നു. ഒരുപാട് നെല്ലൊക്കെ കൊയ്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം നനഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ബംഗാളിലേക്ക് കയറിയിട്ട് വെസ്റ്റ് ബംഗാളിലേക്ക് കയറി കുറേ ദൂരം ഇങ്ങ് ഓടിപ്പോന്നു. ഒത്തിരിയൊന്നും ആയില്ല, ഒരു 10-20 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അപ്പുറത്തെ സൈഡ് എന്തോ ബ്ലോക്ക് ചെയ്തൊക്കെയായിരുന്നു, അവിടെ എന്തോ പണിയാന്ന് തോന്നുന്നു. വീണ്ടും നമുക്ക് അപ്പുറത്തേക്ക് തന്നെ കയറാം. സൂര്യനൊക്കെ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അതെ, സമയം 5:30 ആയതേ ഉള്ളൂ. പക്ഷെ രാവിലെ ഉണ്ടല്ലോ നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. പറഞ്ഞാൽ മഴ അതുപോലത്തെ മഴയായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ചതിനും നേരെ വിപരീതമായ ഒരു ക്ലൈമറ്റാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ചൂടായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇങ്ങോട്ടൊക്കെ വരുമ്പോ ഭയങ്കര ചൂടാവുമെന്ന് വിചാരിച്ചേ. പക്ഷെ ഇവിടെ നല്ല ക്ലൈമറ്റാ. ഒഡീഷ തൊട്ടിങ്ങോട്ടാക്കിയാലും മഴയായിരുന്നു, വലിയ ചൂടും ഇല്ലായിരുന്നു. ഇപ്പൊ ഒരു ടെമ്പറേച്ചർ ഇവിടെ ഒരു 26 ഉള്ളൂ. ഇപ്പം എല്ലാവരും ഉറക്കത്തിലാണ്. ഇപ്പം ഞാൻ ഒരു 2:30 ആയപ്പം നെറ്റ് ഓടിക്കാൻ തുടങ്ങിയതാണ്. 5 മണിയായപ്പം മുത്തിനെ വിളിച്ചു. ഇനിയിപ്പം കുറച്ചു നേരം മുത്ത് ഓടിക്കും. ഞാനൊരു കുറച്ചു നേരം ഉറങ്ങാം കേട്ടോ. ഒരു 2 മണിക്കൂർ മയങ്ങാം. നല്ല രസമായിരുന്നു ഇന്നലത്തെ ഉറക്കം. എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു. തണുപ്പല്ലേ? സുഖമായിരുന്നു. എല്ലാരും വരുന്നേ ഉള്ളൂ, ആരും എത്തിയിട്ടില്ല പിരിവുകാര്. ഇതുണ്ട്, ഇതെല്ലാം നെല്ല് കൊയ്തിട്ടിരുന്ന എല്ലാം മൂടിയിട്ടേക്കാ. ഇന്നലത്തെ മഴയത്ത് നനഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മഴയാ. ഇത് NH-16 എയർ സ്ട്രിപ്പാ ഈ ഏരിയ. അടിയന്തര ഘട്ടങ്ങളിലൊക്കെ വിമാനം ലാൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പം പുത്ത ട്രാവൽ വ്ലോഗിന്റെ സിക്കിം മേഘാലയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ രാത്രി കണ്ടിന്യൂസ് ഓടി, ഒരിടത്തും നിർത്തിയിട്ട് ഉറങ്ങിയില്ല. ഇവിടെ എല്ലാം അതേ നടുക്കോട്ട് നോക്കാം, അവിടെ എല്ലാം നെല്ലുണങ്ങാണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് നെല്ല. കൊയ്ത്ത് കഴിഞ്ഞ സമയമായതുകൊണ്ട് നല്ല പണിയായിരുന്നു മഴ പെയ്തപ്പോലെ. മുംബൈ 1862 കിലോമീറ്റർ, കൊൽക്കട്ട 132 കിലോമീറ്റർ, NH-16. ഇവിടെ തന്നെ രാവിലെ ഈ വണ്ടി ഇടിച്ചോ? ഇത് പിക്കപ്പ് കോഴി വണ്ടിയാ. ഇടിച്ച ഇതായിട്ട് ഇടിച്ചാന്ന് തോന്നുന്നു. മുത്തതെ വറപ്പിച്ചു പോകുന്നു. ചേട്ടായി ആകാശം ഉറങ്ങുക. സമയം ഇപ്പൊ 7:30 അപ്പോഴേ സൂര്യ നമ്മളെ വെസ്റ്റ് ബംഗാളിൽ കയറി കേട്ടോ. രാത്രിയല്ലേ, ഞാൻ അറിഞ്ഞില്ലേ ചേച്ചി. നമ്മള് കിടന്നു കഴിഞ്ഞു. നമ്മളൊരു 3:30 ആയില്ലേ കിടന്നപ്പോ. നമുക്ക് രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇനി പോവാം മുന്നോട്ട്. അല്ലെ ഇനിയിപ്പോ ടൗൺ ആവും. പിന്നെ കൊൽക്കത്തയൊക്കെ പാസ്സാണ്ടി വരും. ടൗൺ ആയോ ചേച്ചി? കുറച്ചുകൂടെ അങ്ങ് പോയാൽ ഭയങ്കര തിരക്കായിരിക്കും. ആണല്ലേ? നമുക്ക് കഴിച്ചിട്ട് പോവാ അല്ലേ? അതെ അതെ. അല്ലെ ഇനി അവിടെ നിർത്താനും പറ്റത്തില്ലല്ലോ. അങ്ങോട്ടും ഇങ്ങനെ നിർത്താൻ സൗകര്യം കാണുകയില്ല. ശരി. കഴിക്കാൻ വല്ലതും ഉണ്ടാക്കണോ? വിശക്കുന്നുണ്ടോ കുട്ടി? എന്നാ കേറി വരുവാ. സാധാരണ നമ്മളെ വൈകിട്ട് അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഇന്നലെ ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. രാവിലെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇപ്രാവശ്യം നമ്മള് സമയം കളയാതെ ഉള്ള പോകുമല്ലേ? അതെ. രാവിലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നേ. ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞ ഉപ്പുമാവോ? ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ, അതാകുമ്പോ എളുപ്പമുണ്ട്. അത് ശരിയാ ചേച്ചി, അത് ഉണ്ടാക്കാം. ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ ഓരോന്ന് ഉണ്ടാക്കി പിന്നെ സമയം പോകും. ഉപ്പുമാവാക്കിയാലോ? അതെ, ഉപ്പുമാവ് ഉണ്ടാക്കാന്നാ. ഇന്ന് ഉപ്പുമാവിനകത്ത് നമുക്ക് കുറച്ച് ക്യാരറ്റൊക്കെ ഇടാം. ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. ക്യാരറ്റും ഇഞ്ചിയും സവാളയും. അതെ, ഒരു കത്തിയും കൂടി എടുത്തോണ്ടോ? ഒരു കത്തിയൊന്നും ഇനി എടുക്കാനുള്ളതൊന്നും ഇല്ല. ഇത് കുറച്ചുള്ളൂ, ഒരാൾക്ക് എടുക്കാനുള്ളതേ ഉള്ളൂ. ഒരു കത്തിയും കൂടെ അല്ലേ പെട്ടെന്ന് അരിയാന്നോ? കഴിഞ്ഞ് നമുക്ക് തേങ്ങ ചേർത്താൻ കൊടുത്താലോ? തേങ്ങ അരിയ അച്ഛമ്മയുടെ ആഗ്രഹമല്ലേ തേങ്ങ ചേർത്തിക്കോ? നാമക്കുട്ടി പറഞ്ഞാലേ. അതെ, തേങ്ങ ഇരുന്ന് ചേർന്നത് ചെരുവൊക്കെ തരണം. ഈ കൈച്ചര വെച്ച് തരണ. കൈച്ചരവല്ല, കത്തിക്ക് പൂളി എടുത്താൽ മതി അല്ലേ ചേച്ചി?
എന്ത് എളുപ്പം അതെ എന്ത് എളുപ്പകാര്യം. എനിക്ക് ഇങ്ങനെ ചരടുമ്പോഴേ ഈ കയ്യെ കൊണ്ടുപോകുന്ന പേടിയാ. അതുകൊണ്ട് ആ കത്തിക്കാണ് ഞാൻ നല്ല വേഗം നൽകിയത്. കയ്യെ കൊള്ളാതെ കയ്യെ കൊള്ളാതെ. പണ്ട് ഇതൊന്നും ഇല്ലല്ലോ, കത്തിയല്ലേ ഉള്ളൂ. അതെ പണ്ടി കത്തിയല്ലേ ഉള്ളൂ, വെല്ലറ പോലും ഇല്ല. അതെ, പക്ഷെ എനിക്ക് വെല്ലറ വേണം കേട്ടോ. അത് അച്ഛമ്മയുടെ കാലത്ത് വെല്ലറ ഇല്ലായിരുന്നു, ഞങ്ങളുടെ കാലത്തായപ്പോ വെല്ലറ എത്തി. പിള്ളേരുടെ കാലം മെഷീനും അത് ശരിയാ. കഴിഞ്ഞ ദിവസേ തങ്കമ്മച്ചി വീട്ടിൽ വന്നപ്പോഴേ അമ്മച്ചി ഇപ്പഴും ഇങ്ങനെ വെല്ലറ ഇടാതെ കയ്യെ വെച്ചായിരുന്നു അരിയുന്നേ. എനിക്കറിയത്തില്ല അങ്ങനെ അരിയാന്. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി, നമുക്ക് കടുകിട്ട് കൊടുക്കാം. വേഗം ഉപ്പുമാവ് ഉണ്ടാക്കാം. ദാമി ഉപ്പുമാവ് കഴിക്കണ്ടേ? അച്ഛമ്മ അരി കഴുകാനായിട്ട് എടുത്തോണ്ട് വരുന്നുണ്ട്. അച്ഛമ്മ അരി ഇട്ടാൽ എമ്പിടി ചോറുണ്ട്. ഞാൻ 3 നാല് അരിയിടുമ്പോ കുക്കറിന് അറിഞ്ഞല്ലോ. വളരെ എറിഞ്ഞു വയ്ക്കുന്ന അച്ഛമ്മ 5 നാല് ഇട്ടാ മതി. ഞാനും ചോദിക്കാം അച്ഛമ്മക്ക് മറന്നുപോയോ മാറിപ്പോയോന്നൊക്കെ. എനിക്ക് എണ്ണം തെറ്റിയതെന്നാ പറയുന്നത്. ഞാൻ കറക്റ്റ് 3 ഗ്ലാസ് ഇട്ടിട്ടുള്ളൂ, ഒരെണ്ണം പോലും കൂടുതൽ ഇട്ടിട്ടെന്ന് പറഞ്ഞു. ഞാനേ ഉപ്പുമാവിനിടാൻ വറ്റൽമുളകൊക്കെ എടുത്തു വെച്ചിടാൻ മറന്നുപോയി. അതെ, ക്യാരറ്റും സവോളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടു ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ക്യാരറ്റിനകത്ത് ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചു, അതിന് വെള്ളമൊക്കെ തിളച്ചു. അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെ വെള്ളമൊക്കെ തിളച്ച് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി വേണം നമുക്ക് ഉപ്പുമാവ് ആക്കണമെങ്കിൽ. ഉപ്പുമാവ് എങ്ങനെയുണ്ട്? ഉപ്പാണ് അടിപൊളിയാ. എല്ലാ ഉപ്പുമാവ് ഇത് എന്നും ഉണ്ടാക്കുന്ന ഉപ്പുമാവ് തന്നെ. ഇന്ന് ഇച്ചിരി ക്യാരറ്റൊക്കെ കിട്ടുന്നേ ഉള്ളൂ. ഇത് കൊറേ ക്യാരറ്റ് ഉണ്ടായിരുന്നല്ലേ ചേച്ചി? അതെ, നല്ല കുഴഞ്ഞിരിക്കുന്ന, പഴം പോലും വേണ്ട, നല്ല സോഫ്റ്റ് അല്ലേ? അതെ ഉപ്പുമാവ് നല്ലതുവാ, പിന്നെ നല്ല വിശപ്പും ഉണ്ട്. അതാ നല്ല ടേസ്റ്റ്. അതുകൊണ്ടാ ടേസ്റ്റ് അല്ലേ? ആ നല്ല അല്ലെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഇതിനകത്ത് തേങ്ങ ഒക്കെ ഇട്ടുണ്ടാക്കുന്ന നല്ല അല്ലേ? എന്നാലും തേങ്ങയുടെ ടേസ്റ്റ് വരുമല്ലോ പാലൊഴിച്ചാലും. എന്നാലും നല്ല ഇങ്ങനെ ഇരിക്കണം ഉപ്പുമാവ്. ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. എന്നാ ബീട്രൂട്ട് മെഴുക്കോട്ടിയും കൂടെ വെച്ചേക്കാം. ആയിക്കോട്ടെ. എണ്ണ ചൂടായി കടുക് കൂട്ടും, നീ കറിവേപ്പില ഇട്ട് പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടെ എണ്ണയ്ക്കകത്തോട്ട് ബീട്രൂട്ട്. പച്ചമുളക് എടുത്തായിരുന്നോ? പച്ചമുളക് അരിഞ്ഞു ഞാൻ. മുളക് പൊടി ശാലം മതി. അതെ, ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. ബീട്രൂട്ടും സവാളയും പച്ചമുളകും അരിഞ്ഞു. അതെ. എങ്ങനെ ഉണ്ടായിരുന്നടാ ഉറക്കം? പോരല്ലേ? അങ്ങനെ തോന്നും. ആണോ? 2 പ്രാവശ്യം ഞാൻ എഴുന്നേറ്റ് ആരോ ഓടിക്കുന്നതെന്ന് നോക്കി. ഞാൻ 2 പ്രാവശ്യം ഉരുണ്ട് ഇവിടെ കിടന്നു. അപ്പോൾ നമ്മുടെ സിക്കിം മേഘാലയ യാത്രയിൽ നമ്മൾ രാവിലെ വെസ്റ്റ് ബംഗാളിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഇനി ആ വണ്ടിയെ പോകുന്നവരൊക്കെ അങ്ങോട്ട്, ഈ വണ്ടിയെ പോകുന്നവരൊക്കെ ഇങ്ങോട്ട് കയറിക്കോ. അപ്പം ഞാൻ അങ്ങോട്ട് തന്നെ കയറാം. എന്താണേലും നമ്മൾ പ്രതീക്ഷിച്ചതിലും ഒക്കെ വിപരീതമായിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. അതെ അതെ, ഇവിടെ നോക്കി, ഇതുണ്ട് പൂവാണ് കൊണ്ടുവന്നത്. മൊത്തം പൂവാ, ചീരപ്പൂവാ. സിക്കിം പൂവാണ്, അപ്പം മഞ്ഞയും പൂവാണ്, വെള്ളംചാട്ടയും പൂവാണ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ മഴയത്ത് കൊണ്ട് നെല്ലൊക്കെ നനഞ്ഞു പോയെന്ന് തോന്നുന്നു. അവിടെ വന്ന വഴിക്ക് എല്ലാം നെല്ലിങ്ങനെ കൂട്ടി മൂടിയിട്ടേക്കായിരുന്നു പ്ലാസ്റ്റിക് വെച്ച്. രാവിലെ എല്ലാവരും ഉണക്കാനായിട്ട് ഇടുക. വെസ്റ്റ് ബംഗാൾ ബസ് കിടക്കുന്നുണ്ടോ? ഇവിടെ എല്ലാം പൂ മാർക്കറ്റാണ്. ഇവിടുത്തെ വണ്ടികളെല്ലാം കളർഫുള്ളാണ്. ടൂറിസ്റ്റ് ബസ്സുകൾ പ്രത്യേകിച്ച് കണ്ടോ, പഴയ ടെമ്പോയുടെ വണ്ടികൾ, ചലഞ്ചർ
ഒത്തിരി എണ്ണം ഉണ്ടല്ലോ. ആ ഇതൊക്കെ ചലഞ്ചറായി കിടക്കുന്നത്. ഇത്തിരി പഴയ വണ്ടി, അതെല്ലാം ട്രിപ്പ് വെക്കുന്ന വണ്ടികളാ. സൂര്യേ ഇതിലെ കുറച്ച് ഓടിച്ചു നോക്കുന്നോ? ബംഗാൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒഡീഷയുടെ കാര്യം പറഞ്ഞാലേ. അതെ, ഇവിടുത്തെ നാട്ടുകാരെ ഒന്ന് പരിചയപ്പെടാൻ താല്പര്യമുണ്ട്. എനിക്ക് കുറച്ച് പണിയുണ്ട്, ഇച്ചിരിയേറെ പണിയുണ്ട് ഓഫീസില്. ഓഫീസ് വർക്കിലാണോ? ഓഫീസ് വർക്കിലായിരുന്നു. ആ അപ്പൊ അതുകൊണ്ടാ ഞാൻ അതിലേക്ക് പോയെ. അപ്പം നിങ്ങളിവിടെ ചുമ്മാ ഇരിക്കായിരുന്നു, ഇങ്ങോട്ടാ ഇങ്ങോട്ട് വന്നേ. ഇല്ല, ഞാനിവിടെ ഇരുന്ന് ഫോണും ചെയ്യും, കുറച്ച് കാര്യങ്ങൾ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ ഇതുണ്ടോ കഞ്ഞിക്കല കൊണ്ട് പുള്ളി അവിടെ പോ രാവിലെ. കഞ്ഞിക്കലുള്ള ആണോ അത്? വലിയ 2 കഥകളുണ്ട്. ആണിയാന്ന് തോന്നുന്നു. ആണോ? എന്താണോ കൊലാഘട്ട് എത്തി കേട്ടോ. ഈ നദി കണ്ടോ? ഇതേതാ നദിയാന്നറിയാവോ? ഇല്ല. ഇതാണ് ഹൂഗ്ലി നദി. ആ, 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 ആ. കൽക്കട്ടയിലെ മെയിൻ ഒരു നദിയാണിത്. ഇതും വലിയ ബംഗാളിലെ ആ, ഇതും വലിയ നദിയാ. വലിയ നദിയാ. ആണല്ലേ? ഈ നദിക്ക് കുറുകെയുള്ള ബ്രിഡ്ജാണ് ഹൗറ ബ്രിഡ്ജ്. പണ്ടത്തെ ടൗണിൽ കൽക്കട്ടയിൽ കേട്ടിട്ടുണ്ടോ? ഹൗറ ബ്രിഡ്ജ് ഒക്കെ കേട്ടിട്ടുണ്ട്. ആ വെളുപ്പിനെ ഞാൻ ഓടിച്ച സമയത്തുണ്ടല്ലോ KL5 വണ്ടി കണ്ടിട്ട് ഒരു പിക്കപ്പുകാരൻ കൊണ്ട് നിർത്തി. എന്നോട് വന്നു ചോദിച്ചു, ചേട്ടാ കോട്ടയം ആണോ എന്ന് ചോദിച്ചു. അപ്പം അതെ കോട്ടയം. ഞാൻ കേരളത്തിലുണ്ടായിരുന്നു, 17 വർഷം ഉണ്ടായിരുന്നു. 3 വർഷമായിട്ട് പിന്നെ ജോലി നിർത്തി പോന്നു. നാട്ടിൽ വന്നൊരു പിക്കപ്പ് മേടിച്ചു. അപ്പൊ ഇപ്പൊ പിക്കപ്പ് കൊണ്ട് കിടക്കാന്ന് പറഞ്ഞു. ആ ഇന്നലെ നമ്മള് ഒറീസ വെച്ചല്ലേ ആ മാത്യു. അതെ അതെ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേരളത്തിൽ ജോലി ചെയ്ത്. ഞാൻ നോക്കിയപ്പോൾ 2 വണ്ടി KL5. അപ്പൊ എനിക്ക് മനസ്സിലായി അതാണ് കോട്ടയത്ത് എവിടെ എന്നൊക്കെ ചോദിച്ചു. ചങ്ങനാശ്ശേരിയിലൊക്കെ ജോലി ചെയ്താന്ന് പറഞ്ഞു. ആ ചോദിച്ച ആള് ഒറീസക്കാരനായിരുന്നു, ഒഡീഷ. പുള്ളി കേരള രജിസ്ട്രേഷൻ വണ്ടി. അല്ലെന്ന്, നമ്മുടെ 2 വണ്ടി KL5 കണ്ടിട്ട് നിർത്തിയതാ. ആ ചേട്ടാ പുള്ളിയുടെ KL5 കണ്ടിട്ട്. അല്ലല്ല, ഞങ്ങളവിടെ ചായ കുടിക്കാനെങ്ങാണ്ട് നിർത്തിയപ്പം ഞങ്ങൾ എന്നോട് വന്ന് സംസാരിച്ച. അമ്മ പിന്നെ ബംഗാളൊക്കെ കണ്ടിട്ടുള്ള അല്ലേ? ആ അമ്മ ഞാൻ ഒരു തവണ വന്ന് എല്ലായിടവും കണ്ടിട്ട് പോയത്. ഞാൻ കണ്ടിട്ടുള്ളതാ. എന്നാ എനിക്കത് മനസ്സിലായിരുന്നു. ആ ശ്രദ്ധിച്ച് കേക്കണം. അതെ, ഈ ബുദ്ധിയൊക്കെ എവിടെ വെച്ചേക്കുമായിരുന്നു? അതൊക്കെ ഇവിടെ കുറച്ചൊക്കെ ഉണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ആ കേട്ടോ, കൊച്ചി കള്ളിയാണ്. ഇവിടുത്തെ പിക്കപ്പാ ജുഹാഡ്. ഈ വണ്ടികൾക്കൊന്നും രജിസ്ട്രേഷനും ഒന്നുമില്ല, ഇൻഷുറൻസ് വേണ്ട, ടാക്സ് അടയ്ക്കേണ്ട, ഒന്നും വേണ്ട. ഓ എന്തൊരു സുഖം, ഒരു വണ്ടി മേടിച്ചാൽ മാത്രം മതി. വണ്ടി മേടിക്കുമല്ലോ, ഉണ്ടാക്കിയെടുക്കുക. അതെ, ഉണ്ടാക്കിയെടുക്കല്ലേ അത്. ആ അത് ശരിയാ, ടോളും അടയ്ക്കണ്ട. ആ ഒന്നും വേണ്ട. കല്യാണ വണ്ടി പോകും. ആ അതെ, നോക്കിയേ എന്ത് പോവാന്ന് നോക്കിയേ. പ്ലാസ്റ്റിക് പോവാ കേട്ടോ. പുറകില് നമ്മുടെ ലോഡിന്റെ ഷേപ്പ് ഉണ്ടോ, രാജാവിന്റെ കിരീടന്റെ മേലെ. വേഗാലും ഇന്നലെ മഴ പെയ്തോണ്ട് നമ്മുടെ മരത്തൈകൾക്കെല്ലാം ഒരു ഊർജ്ജസ്വലത കിട്ടി. എന്റെ ഊർജ്ജസ്വലത ഈ ചേട്ടൻ കളഞ്ഞു. സൈക്കിൾ പിക്കപ്പ്. ഞാൻ അങ്ങോട്ട് ഇച്ചിരി തിരക്ക് കാണും. എന്നാന്നറിയോ, കൽക്കട്ട എടുക്കാറായി നമ്മള്. അപ്പൊ നമ്മള് ബംഗാള് കുറച്ചേ ഓടുന്നുള്ളൂ. അല്ലല്ല, ബംഗാളിനി ഓടാൻ കിടക്കുന്നേ ഉള്ളൂ. കൽക്കട്ട കൊണ്ടൊന്നും ബംഗാള് തീരുന്നില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. ആണോ? നമ്മളെപ്പോഴേ ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഓടുന്ന ഏത് സംസ്ഥാനം? അത് ആന്ധ്ര തന്നെ. 1100 കിലോമീറ്ററോളം ഓടുന്നുണ്ട്. ആ ബംഗാൾ എനിക്ക് തോന്നുന്നു ഒരു 800-850 കിലോമീറ്റർ ബംഗാളുണ്ട്. ഏറ്റവും കുറച്ച് ഓടുന്നതോ? ഒഡീഷയല്ല, തമിഴ്നാടൊക്കെ. ആ തമിഴ്നാടും കേരളമൊക്കെ കുറച്ചല്ലേ ഓടുന്നുണ്ട്. ഒഡീഷ 350 കിലോമീറ്ററോളം ഉണ്ട്. ആ പിന്നെ ഈ ട്രിപ്പ് ഏറ്റവും കുറച്ച് ഓടുന്നത് മേഘാലയ ആയിരിക്കും. മേഘാലയ എന്ന് പറഞ്ഞാൽ വണ്ടി ലോഡറൊക്കെ നമ്മളതിൽ കൂടുതൽ ലൈലയിലേക്ക് പോകും വണ്ടി. പിന്നെ സിക്കിം പോകും. ഇത് വേറെയാണല്ലോ വണ്ടി പോകുന്ന കാര്യമാണ്. ഇത് പ്രൈവറ്റ് ബസ്സാ കേട്ടോ, ഗവൺമെന്റ് ബസ്സല്ല, പ്രൈവറ്റ് ബസ്സാ ഇതല്ല. ഇതെല്ലാം പ്രൈവറ്റ് ബസ്സാ. സർക്കാർ ബസ് ഉണ്ട്, ഇത് സർക്കാരുമായിട്ട് കണക്ട് ചെയ്ത് ഓടുന്ന അങ്ങനെ എന്തോ ഇതില്ല, ടൈപ്പിലാ. ഉണ്ടോ ജുഗാടെ പോകുന്ന ലോഡ് ഉണ്ടോ? എത്രയാൾക്ക് സിമെന്റ് ആണെന്ന് നോക്കി. ഒരു പിക്കപ്പിന്റെ ലോഡാ. പിക്കപ്പ് കയറുന്ന ലോഡ് കയറ്റും, അത് കൂടുതലും കയറ്റും. സാധാരണ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ചൂട് സമയത്ത് ഭയങ്കര ചൂടും ഭയങ്കര ആവിയാ, ഹ്യൂമിഡിറ്റി കൂടുതലാണ്. പക്ഷെ മഴ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഹൗറ നേരെ. ഒത്തിരി ഉണ്ട്. ഹൗറ റൂറൽ ട്രാഫിക്. ഹൗറ 47 കിലോമീറ്റർ, ബർദ്ധമാൻ 127. നമുക്ക് ബർദ്ധമാൻ വഴിയല്ല, വേറെ വഴിക്ക് പോവാം. അവിടെ എന്താ പരിപാടി ഉണ്ട്? നല്ല ബിരിയാണി എന്ന് എങ്ങനെ മനസ്സിലായി? ഇവിടെ കുറെ സിഗ്നൽ ഉണ്ട്. രാത്രിയിലാണ് നമുക്ക് പെട്ടെന്ന് അങ്ങ് പോവാം.
ഡൽഹി 1536, കൊൽക്കത്ത 48, ധൻകുനി 42 കിലോമീറ്റർ. ഗ്യാസ് ടാങ്കറുകൾ നോക്കി എത്ര എണ്ണം കിടക്കുന്നതെന്ന്. ഈ സൈഡും ആ സൈഡും. ഇവിടെ എങ്ങാനും ഫില്ലിംഗ് സ്റ്റേഷൻ ഉണ്ട്. 2 സൈഡിലും എന്ത് വണ്ടി ലോറികളാണ് കിടക്കുന്നത് നോക്കി. എൻ്റെ അപ്പുറം മൊത്തം ടാങ്കറായിരുന്നു, ഇവിടെ മൊത്തം കണ്ടെയ്നറുകളാണ്. വെസ്റ്റ് ബംഗാളിലെ തലസ്ഥാനമായ കൽക്കട്ടയിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. ഏതാനും കിലോമീറ്ററുകൾ മാത്രം. അതെ. കൽക്കട്ട പണ്ട്, ഇപ്പൊ കൊൽക്കത്ത. പഴയ പേരാ കൽക്കട്ട, പുതിയ പേര് കൊൽക്കത്ത. SBSTC, സൗത്ത് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇത് ട്രാൻസ്പോർട്ടാണ് ഇവിടുത്തെ. പക്ഷെ ഈ ലോക്കലോടുന്ന ബസ്സുകളെല്ലാം പഴയ വണ്ടികളാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയുടെ തലസ്ഥാനമായിരുന്നു കൊൽക്കത്ത. അത് കഴിഞ്ഞ് 1911 പിന്നീട് ഡൽഹി തലസ്ഥാനമാവുന്നത്. പഴയ ഒരു ടൗണാണ് കൊൽക്കത്ത. പഴയ ടൗണാ. ഇപ്പോഴും നമ്മൾ കൊൽക്കത്ത ചെന്ന് കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലിലുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും. കൽക്കട്ട ടൗണിൽ നമ്മൾ പോകുന്നില്ല കേട്ടോ. ഔട്ടറിൽ കൂടെ പോവുള്ളൂ. ടൗണിനകത്ത് ലോറി കയറി പോകാൻ പറ്റിയല്ല, ഇങ്ങോട്ട് കയറി പോകാം. ലോറി രാത്രി മാത്രമേ കയറി പോകാനും പറ്റുള്ളൂ. രാത്രി തന്നെ ലോഡ് കയറ്റി ഇറങ്ങി പോരണം. ഗ്രാമത്തിലേക്ക് ചെല്ലില്ലേ, ഗ്രാമങ്ങൾ തന്നെ ഉണ്ട്. മേഘാലയ തന്നെയല്ല, ബംഗാളിലും ഉണ്ട് കുറെ. എല്ലായിടത്തും പോകുന്ന വഴിയിലുള്ള ഗ്രാമങ്ങൾ കാണാൻ നിന്നാ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രാമങ്ങൾ കാണാൻ താമസിക്കും. നേരെ അങ്ങ് പോവാം. മോളിൽ കൂടെ ബൈക്ക് പോകുന്നുണ്ടോ? ബൈക്കും പോവും, ആൾക്കാർക്ക് നടക്കാം. ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകളാ കണ്ടോ. ഇതെല്ലാം എത്ര പേരാ വരുന്നറിയോ? 60, 70, 80 പേരൊക്കെയാ ടൂർ പോകുന്നേ. സീറ്റുകൾ തന്നെ ഒന്നുമല്ല, പ്ലാറ്റ്ഫോമിലൊക്കെ ഇരുന്ന് പോവര്. അതെ. പിന്നുണ്ടല്ലോ, കൽക്കട്ട ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാ. അതെ. എന്റെ ആഗ്രഹമായിരുന്നു ഇവിടെ പഠിക്കാൻ വരണമെന്നുള്ളത്. അതിവിടെ വന്ന് ഒരാഴ്ച താമസിക്കുകയാണെങ്കിൽ ആഗ്രഹം മാറി. ഇല്ല, അത് കഴിഞ്ഞ അരുണാചലില് വന്നപ്പോഴേ ഇവിടുത്തെ ചൂട് കണ്ടപ്പോ എനിക്ക് മതി. ചൂട് മാത്രമല്ല, എന്നാലും ചൂടത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മതി. അപ്പൊ അതെ, ഞങ്ങള് ജയച്ച ഇറക്കി അങ്ങോട്ട് വിട്ടു. ചേച്ചൂട്ടിയെ സൂര്യ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ കണ്ടില്ലേ വെസ്റ്റ് ബംഗാളിലെ? ഞാൻ ഇന്ന് മുഴുവൻ കാഴ്ച കാണുവാ, എനിക്ക് മൊത്തം കാണണം. ഞാൻ ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടോ? ഞാൻ പല കാഴ്ചകളും കണ്ടായിരുന്നു. ഇപ്പൊ വേറെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോ നീ കാണുന്ന അത്രയും കണ്ടിട്ടില്ല. ഉറപ്പാ. എത്ര വ്യത്യസ്തമായ കാഴ്ചകൾ കണ്ടു. ഞാൻ ഈ പിള്ളേരോട് ഒന്ന് തല്ല് പിടിക്കാതെ കാഴ്ച കാണും പിള്ളേരെ, കാഴ്ച കാണും മക്കളെന്ന്. എവിടെ പക്ഷേ അതിലും പൊക്കമുള്ളതുണ്ടാ, പൊക്കമുള്ളതുണ്ടാ. സൈഡിൽ കൂടെ മറ്റേ ഡുഗ പോലത്തെ ചെറിയ വണ്ടിയെല്ലാം മണല് നിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ കട്ട കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ കുറെ ഉണ്ടായിരുന്നു. ജുഗാടെ സിമെന്റ് കൊണ്ടുവന്നൊക്കെ കണ്ടില്ലേ? സിമെന്റ് കൊണ്ടുവന്ന അല്ലായിരുന്നു, അവിടെ മണല് ചാക്കിനകത്ത് കോരി നിറച്ച് കൊണ്ടുവന്നുണ്ടായിരുന്നു. കണ്ടില്ല. ഇവിടെ എന്നാ പച്ചപ്പാന്ന് നോക്കിയല്ലേ. ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല മഴ പെയ്തിട്ടുണ്ട്. വേനൽക്കാലം ആണെന്ന് പോലും തോന്നുന്നില്ല. നമ്മളെ ഇത്രയും പ്രാവശ്യം വന്നിട്ട് ഇതുപോലെ ഒരു മഴ പെയ്ത സമയം കണ്ടില്ല. മഴ കാര്യം രാത്രി നമ്മൾ വന്നപ്പോൾ പെയ്തില്ലെങ്കിലും ഇവിടെ എല്ലാം വെള്ളം ഉണ്ടായിരുന്നു, അവിടെ ഒക്കെ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. നിങ്ങള് ഹൂഗ്ലി നദിയൊക്കെ കണ്ടായിരുന്നോ? ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴേ ലോറികൾ എന്തോരെയാ കിടക്കുന്നുണ്ടോ? ലോറി പാർക്കിങ്ങിലേക്ക് കയറുന്നിടം കണ്ടായിരുന്നു, ചെളിക്കുളമായിരുന്നു. ഇന്നും മഴയുണ്ടെന്ന് തോന്നുന്നു, ചെറിയ മൂടലൊക്കെ ഉണ്ട്. ഇത്രയും സ്റ്റേറ്റിൽ കൂടെ വന്നിട്ട് ഇവിടെ വന്നപ്പോഴേ സിഗ്നലുകൾ ഇഷ്ടം പോലെയുള്ള. അത് പിന്നെ ടൗണും അല്ലേ. സമയം 11:45, അതുകൊണ്ട് ശകലം കുറവുണ്ട്. അല്ല ഇച്ചിരി തിരക്കുണ്ടായേനെ ഹൈവേയില് രാവിലെയൊക്കെ ആണെങ്കിൽ. സന്ധ്യ കഴിയുമ്പോഴും നല്ല തിരക്കാ. രാത്രി തിരക്കാ, അന്നേരം ലോറികളായിരിക്കും കൂടുതൽ. ഗംഗാനദിയുടെ കൈവഴിയാ ഹൂഗ്ലി നദി. കൽക്കട്ട നഗരം ഹൂഗ്ലി നദിയുടെ തീരത്താ സ്ഥിതി ചെയ്യുന്നത്. മുന്നേ പോയേക്കുന്ന മെയിൻ ഡ്രൈവർക്ക് വഴി അറിയാവോ? നേരെ പോയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഈ കൽക്കട്ടയിലെ ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകളിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഫ്രണ്ട് ഭയങ്കര നീളമാണ്, ഭയങ്കര നീളമുള്ള വണ്ടികൾ ഇതുണ്ടോ, അതുപോലത്തെ ഡിസൈനും. വേറെ ഒരു മറ്റേ വണ്ടിയില്ലേ, ഈ ജുഗാഡ് പോലത്തെ മോന്ത് നീണ്ട ഒരു പരുന്തിരിക്കുന്ന. അതെ അതെ, ഗുജറാത്തിലെ പഞ്ചാബിലൊക്കെ കാണുന്ന അതുപോലെ ഇരിക്കുന്നല്ലേ. പരുന്തല്ല, ഗരുഡന്റെ മുഖമുള്ള ഒരു വണ്ടി, 3 വീലുള്ള. എൻ്റെ പേര് ഞാനും മറന്നുപോയി. ഇതേ പഴയ ഹൈവേ അല്ലേ, അതുകൊണ്ട് ഇവിടെ ഒന്നും ഫ്ലൈ ഓവറുകളില്ല.
അതുകൊണ്ട് എല്ലായിടത്തും അത് ഇതുപോലെ ക്രോസിംഗ് ഉള്ളിടത്തെല്ലാം സിഗ്നലാണ്. ചിലയിടത്ത് പോലീസുകാർ നിൽക്കുകയാണ്. നമ്മളെ കാര്യം ഇതിലെ പല പ്രാവശ്യം വന്നിട്ടുണ്ടായാലും ഈ സമയത്ത് നമ്മൾ വന്നിട്ടില്ല. മിക്കവാറും വെളുപ്പിനെ രാത്രിയിലോ. അതെ, സന്ധ്യ ആകുന്ന സമയത്ത് അവിടെ വന്ന് നമ്മുടെ ഖരഗ്പൂർ വന്നിട്ട് പിന്നെ മിക്കവാറും രാത്രി ആയിരിക്കും ഇതിലെ പോകുന്നത്. അപ്പോൾ സൂര്യക്ക് കാണാനും പറ്റി. ബംഗാളിൽ ഒത്തിരി ഉണ്ട് എങ്കിലും ഇവിടെ കൽക്കട്ട സൈഡൊക്കെ. ഈ കൊൽക്കത്തയും ഹൗറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഹൗറ ബ്രിഡ്ജ്. ഹൗറ ബ്രിഡ്ജിന്റെ പ്രത്യേകത തന്നെ അതിന് തൂണില്ല. കിലോമീറ്ററോളം നീളമുണ്ട്. വലിയ പാലമാണ്. ഈ ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള. അതേ കൂടെ ഞങ്ങൾ ലോറിയും കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. പണ്ടൊരു കഥ പറഞ്ഞതാ. അതിൽ 24 മണിക്കൂറും ട്രക്കിന് നോ എൻട്രിയാ. രാത്രിക്ക് വന്ന് അതേ കയറി വെളുപ്പിനെ അറിയാതെ. പാസ്സായി പോയി. പോലീസൊക്കെ പിടിച്ചു. ഞങ്ങൾ ഒക്കെ നൈസായിട്ട് ഊരി പോന്നു. അതൊരു കഥയാണ്. അതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. പിന്നെ എപ്പോഴും നമ്മളത് പറഞ്ഞ് പ്രേക്ഷകരെ മടുപ്പിക്കണ്ട. ഇതുണ്ടോ ജുഗാടെ പോകുന്ന ലോഡ് കണ്ടോ? ഹൗറ ബ്രിഡ്ജ് ഒരു കാന്റിലിവർ ബ്രിഡ്ജാ. അതായത് ഒരു സൈഡിൽ നിന്ന് ഉറപ്പിച്ചിട്ട് നടുക്കോട്ട് ഇങ്ങനെ ബീമുകൾ തള്ളി നിൽക്കും. ഇപ്പുറത്തെ സൈഡിൽ നിന്നും അങ്ങോട്ടും ഇതുപോലെ തന്നെ. എന്നിട്ട് ഈ നടുക്ക് ജോയിന്റ് ചെയ്തേക്കാം, തൂണില്ല. അതേ കൂടാണ് ഈ വണ്ടികളെല്ലാം പോകുന്നത്. ജലദുലഗോരി ടോൾ പ്ലാസ. എത്ര ലോറി കിടക്കുന്നത് നോക്കിയേ. ഇതെല്ലാം ലോഡ് ഇറക്കിയിട്ട് ലോറിന് വേണ്ടി കിടക്കുന്ന വണ്ടികളാണ്. മഴ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നുണ്ട്. ഒരു തെളിച്ചമുണ്ട്. അതെ, ഇങ്ങോട്ട് നോക്കിയേ, രണ്ട് സൈഡിലും ആക പൂത്ത് നിൽക്കുന്നുണ്ടോ? ഏഷ്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ഇത് ഇവിടുത്തെ ചെറിയൊരു മാർക്കറ്റാ സൂര്യ. മാർക്കറ്റ് ഉള്ളിലേക്കുണ്ട്. ഇതുണ്ടോ, എല്ലാ സാധനങ്ങളും ഉണ്ട്. തുണി, ഓരോന്നിൻ്റെ ഐറ്റം ഓരോ ഇടത്താ. ഇവിടെ എല്ലാം തുണിയുടെ ചെറിയ കടകളാ. മൊത്തം ചെളിയാ. മഴ പെയ്തുകൊണ്ട് മൊത്തം കണ്ടോ. നോക്കിയേ എത്ര നീളത്തിലാണ്, എത്ര ദൂരത്തിലാണ്. മഴ പെയ്താ ചെളി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. അതുപോലെ ചെളിയാ. നമ്മളൊരു ജൂൺ ജൂലൈയിൽ വന്നാ വണ്ടികളെല്ലാം അതിലെതിരെയും എല്ലാം വരുന്നുണ്ട്. ബസ്സെല്ലാം നിർത്തുന്നത് റോഡിൽ തന്നെയാ. അതെ, കാര്യം 6 ലൈനാ, പക്ഷെ ഈ ഒരു ലൈനിലാണ് നിർത്തുന്നത്. ലെഫ്റ്റിലേക്ക് കൊൽക്കത്ത ടൗണിലേക്ക് പോകും. ഇതിലേക്ക് കയറി ആ പാലത്തെ കൂടെ കയറി നമ്മൾ നേരെ പോകും. ഇതുണ്ടോ മഴ, ഇന്നലത്തെ മഴയുടെ വെള്ളമാണ്. പോയിട്ടില്ല, ഓടയൊന്നുമില്ല. കൊൽക്കത്ത NH16 ഡൽഹി റോഡാണ് ഇത്. ലെഫ്റ്റിലേക്കാണ് കൊൽക്കത്ത പോകേണ്ടത്. ഇതുണ്ടോ ടൗണിലേക്ക്. അങ്ങനെ ആ പാലത്തെ കൂടെ കയറി റൈറ്റ് സൈഡിലാണ് നമ്മുടെ കൽക്കട്ട ടൗൺ. ഇത് ഡൽഹി 1505, വാരണാസി 699, അസൻസോൾ 203. സർവീസ് റോഡെല്ലാം വെള്ളത്തിലാണ്. വെള്ളം ഒഴുകി പോകാൻ സൗകര്യമില്ല. ഒരു ബസ് പോകുന്നുണ്ടോ ഇപ്പോഴേ? മുകളിലോട്ട് നോക്കി ബസ്സിന്റെ ലോഡല്ലേ. അതൊക്കെ എല്ലാ ഗ്രാമങ്ങളിലേക്കും പോകുന്ന ബസ്സുകളായിരിക്കും, പ്രൈവറ്റ് ബസ്. അപ്പോൾ നമ്മുടെ ചെന്നൈ കൊൽക്കത്ത ഹൈവേ നമ്മൾ ഇറങ്ങാറായി. ഇപ്പം ചെന്നൈയിൽ നിന്ന് വന്ന് കൊൽക്കത്തയിൽ തീരുവാണല്ലോ ഈ ഹൈവേ. അപ്പം നമ്മൾ കൊൽക്കത്ത അടുത്തു. കൊൽക്കത്ത കഴിഞ്ഞ് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് കൊൽക്കത്ത ടൗൺ. അപ്പോൾ 16 കുറച്ചപ്പുറേ വരെ ഉള്ളൂ. അപ്പം NH16 ഇവിടെ തീരുക. ആദ്യത്തെ തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നു. എളുപ്പമുണ്ടായിരുന്നു അല്ലേ? വഴി തപ്പി പിടിച്ച് ഇനി ഇപ്പൊ പോണം. എന്നാ പിന്നെ ചെന്നൈ നമുക്ക് കോട്ടയത്ത്. അതെ, അല്ല ഇവിടെ വരെ വരുന്നുള്ളൂ. അപ്പൊ ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോഴേ എന്ത് ലോറികളാന്ന് നോക്കിയേ. മെയിൻ ടൗണുകളിലേക്ക് എല്ലാ കൂടുതലും ലോഡുകൾ വരുന്നത്. എവിടെ നിന്നാണ് കൂടുതൽ ലോഡുകളും പോകുന്നത്? മെയിൻ സിറ്റി അല്ലേ. ഇപ്പൊ കൽക്കട്ട ടൗണിലേക്ക് ലോറികളൊന്നും കയറി പോവല്ലേ? ഇല്ല, ഇതൊക്കെ ചിലപ്പോൾ രാത്രിക്ക് ലോഡ് കയറ്റാൻ പോകും. അത് കഴിഞ്ഞിട്ട് രാത്രി തന്നെ ലോഡ് കയറ്റി വെളുക്കുന്നതിന് മുമ്പ് തിരിച്ചിറങ്ങിപ്പോരും. അങ്ങനെ ടൗണിൽ നിന്നുള്ള ലോഡുകൾ. അല്ലാതുള്ളതൊക്കെ ഔട്ടറിലായിരിക്കും. കമ്പനികളൊക്കെ കൂടുതലും വെളിയിലായിരിക്കും. ദുർഗാപൂർ 158, ബർദ്ധമാൻ 89, ദുംദും 19. ദുംദുമിലാണ് എയർപോർട്ട്. ഡംഡം എന്നാണ് പറയുന്നത്. അപ്പോഴേ നമ്മുടെ ഡംഡം എയർപോർട്ടിൽ വരും നമ്മുടെ രാജേഷ് ബ്രോയും സച്ചു ബ്രോയും കൂടെ. എയർപോർട്ടും ദുർഗാപൂരെല്ലാം നേരെ. ലോറിയും കൊണ്ട് എയർപോർട്ടിൽ ചെന്ന് കൂട്ടിയാലോ. ഇപ്പോഴേ വാഗ പൂക്കുന്ന സമയം നോക്കി. ധൻഗുണി 2 കിലോമീറ്റർ.
നമുക്കാണല്ലേ ആ വണ്ടിയുടെ അടുത്ത് നിർത്തുകയാണെങ്കിൽ ഈ വണ്ടിക്കാരോട് ചോദിക്കുക ഇവിടുത്തെ വഴി ഇപ്പം എങ്ങനെ ഉണ്ടെന്ന്. ഇതിലെ വന്നിട്ട് കുറച്ച് നാളായി. നമ്മൾ ആദ്യം വന്നപ്പോൾ വന്നു. ആ അതെ, കൊൽക്കത്ത പാസ്സാകാൻ ഒരുപാട് വഴികളുണ്ട്. അതെ അതെ, മെയിനായിട്ട് നല്ലൊരു ബൈപ്പാസ് പറയുകയാണെങ്കിൽ ഇല്ല തന്നെ. കൊൽക്കത്ത പാസ്സാകാതെ പോകാൻ പറ്റത്തില്ല. കൊൽക്കത്തയിൽ നിന്ന് അങ്ങനെ നമ്മൾ ആസാമൊക്കെ പോകുന്ന വണ്ടികളെല്ലാം പോകാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒരു ബൈപ്പാസ് ഇല്ല. എല്ലാം കുറെ തിരിഞ്ഞ് പറഞ്ഞ് കറങ്ങിയൊക്കെ അതെ കയറിയാ പോകണ്ടേ. ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. അതെ, മഴക്കാലം പോലെ അല്ലേ. ഇവിടം കൊണ്ട് നമ്മുടെ NH-16 തീർന്നു. നേരെ ആ പോകുന്ന വഴി ഡൽഹി, കൊൽക്കത്ത ഇതിലിങ്ങനെ കറങ്ങി ഇറങ്ങി താഴെ കൊൽക്കത്തയും പോവാം. അപ്പോൾ ഇവിടുന്ന് നമ്മളിതേ ഇറങ്ങി NH-12 കയറി. നമ്മൾ ആ പാലത്തെ കൂടെ ഇറങ്ങി വന്നേ, ഇപ്പോൾ ആ കയറി വന്നേ ഉണ്ടോ. നമ്മൾ കൽക്കട്ട ടൗണൊക്കെ പാസ്സായി സച്ചുവിനെയും രാജേഷിനെയും കാത്ത് ഇവിടെ നിൽക്കുകയാണ്. അപ്പൊ അച്ഛനെ കൂട്ടാൻ പോണ്ട, പോലീസും പിടിച്ചോണ്ടു പെട്ടെന്ന് ചെല്ലാണ്ട് അച്ഛനെ പോലീസ് പിടിച്ചിട്ട് പോകും. അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഇങ്ങോട്ട് വരും. പിന്നെ എന്നിട്ട് നമുക്ക് അച്ഛയെ കൂട്ടിക്കൊണ്ട് പോവാം അല്ലേ, സിക്കിമും മേഘാലയൊക്കെ കാണാനായിട്ട്. അപ്പം സിക്കിമിലേക്കും മേഘാലയയിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണാം.